ഓക്കെ, എന്തായാലും കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞു. കൂട്ടത്തിലൊരു കാര്യം കൂടി ചോദിച്ചല്ലോ. അപ്പൊ ഈ രാവിലെ മുതൽ ഇറങ്ങി പൊതുപ്രവർത്തനത്തിന് പോകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? അപ്പൊ അവരെയൊക്കെ ആരാണ് വളർത്തുന്നത്? അല്ലെങ്കിൽ കുട്ടികൾ മുതിർന്നു എങ്കിൽ തന്നെയും അവരുടെ കാര്യങ്ങൾ നോക്കണം. 24 മണിക്കൂറും പരിപാടിയായിട്ട് പോകും. അത് ജനസേവനത്തിന് രണ്ട് വിഭാഗങ്ങളുണ്ട്. ജനസേവനമായാലും രാഷ്ട്രീയമായാലും രണ്ടിലും ഉണ്ടാവും. അതൊക്കെ സമയം കിട്ടുന്നുണ്ടോ? അടുക്കള ജോലി ചെയ്യാറുണ്ടോ? അല്ല, സ്ത്രീകൾ അടുക്കള ജോലിയിൽ ഇരിക്കണം എന്ന് ആരാണ് പറഞ്ഞിട്ടുള്ളത്? അതൊരു തർക്ക വിഷയമായിട്ട് നമ്മളിവിടെ പ്രതിപാദിക്കുന്നില്ല. ഒരു സ്ത്രീക്ക് ഒരു കുടുംബം നോക്കാൻ എത്ര സമയമാണ് വേണ്ടതെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? സ്ത്രീകൾക്ക് മാത്രമെന്നാണ് ഞങ്ങളുടെ ഒരു വിചാരം. പിന്നെ എന്താണ് നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്? സ്ത്രീകൾ മാത്രം ജോലി എടുക്കുന്ന എത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റും? രാവിലെ ഞാൻ 4 മണിക്കാണ് എണീക്കാറുള്ളത്. 4 മണി മുതൽ ഒരു 7:30 സമയം വരെ എനിക്ക് അടുക്കളയിൽ ജോലി ചെയ്യാൻ സാധിക്കും. കാരണം 7 മണിക്ക് ശേഷം എന്നെ കാണുവാനായിട്ട് ആൾക്കാരെല്ലാവരും വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ അത് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി എനിക്കുള്ളത് കൊണ്ട് തന്നെ 4 മണി മുതൽ 7:30 വരെയുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ചും. ഈ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസ് വരുന്നതാണ്? അത് ഓരോ ദിവസം രാവിലെ ചോറും മീൻകറിയാവും. ചോറ്, മീൻകറി, അതുപോലെ എന്തെങ്കിലും ഐറ്റംസ് എല്ലാം 7:30 ഒരു പ്രയാസവും ഇല്ല. എല്ലാവർക്കും ഉള്ള ഫുഡ്. പിന്നെ വീട് വൃത്തിയാക്കൽ, തുണി കഴുകൽ, അങ്ങനെ ഒരുപാട് പണിയില്ലേ? തുണി കഴുകാനായിട്ട് വാഷിംഗ് മെഷീൻ ഉണ്ട്. കാരണം അത് നമുക്ക് നടക്കത്തില്ല എല്ലാം കൂടി. വാഷിംഗ് മെഷീനിൽ തുണി കഴുകും. വീട് ക്ലീൻ ചെയ്യുന്നത് സൺഡേ മാത്രം, തുടയ്ക്കുന്നത് സൺഡേ മാത്രം. ബാക്കി എല്ലാ ദിവസവും ഇതിനുള്ളിൽ തന്നെ, അതായത് പാചകം ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. ആ സമയം തൊട്ട് എല്ലായിടവും വൃത്തിയാക്കുക. വീട്ടമ്മമാര് പ്രോഗ്രാം കാണുമ്പോഴത്തേക്ക് എന്നെ തല്ലാൻ വരുന്നത് കവിതയെ തല്ലിക്കൊള്ളും. കാരണം കവിതയാണെന്ന് പറഞ്ഞത് 2-2.5 മണിക്കൂർ കൊണ്ട് വീട്ടിലെ മുഴുവൻ ജോലിയും തീർക്കാന്ന് പറഞ്ഞ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കവിതയുടെ ഞങ്ങൾ